ഇന്ന് വചനം ധ്യാനിക്കുവാൻ എടുക്കുന്ന വചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 7 വാക്യം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 7 വാക്യം. വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നതിനെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം പണിതു. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ. തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി അന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം, സ്വർഗത്തിന്റെ നാഥൻ, രാജാതിരാജൻ, സർവശക്തനായ ദൈവം, ആദിയും അന്ത്യവുമായവൻ, എൽ ശദ്ദായി ശാലോം, വീണ്ടെടുപ്പിന്റെ രാജാവ് അവനോട് പറഞ്ഞപ്പോൾ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വയം അവൻ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര പേർ ഒരുക്കത്തോടു കൂടി ഇരിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ മാത്രമല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായി എത്ര പേർ ഒരുക്കത്തോടിരിക്കുന്നു? അതാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന വചനം ധ്യാനിക്കുന്ന വിഷയവും. ഹല്ലേലൂയ. പെട്ടകം പണിയുവാനായി ദൈവം പറഞ്ഞപ്പോൾ ആ പെട്ടകം തൻ്റെ കുടുംബത്തിന് വേണ്ടി പണിയുന്ന നോഹയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ 4 പെട്ടകങ്ങളെ കാണാനായിട്ട് സാധിക്കും. 1 ഒരു വ്യക്തിക്ക് വേണ്ടി നിർമ്മിച്ചത്, 2 ഒരു കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചത്, 3 ഒരു സമൂഹത്തിന് വേണ്ടി നിർമ്മിച്ചത്, 4 ഒരു പെട്ടകം കൂടെ കടന്നു വന്നു. മാനവരാശിക്ക് വേണ്ടി, സകല ജീവജാലങ്ങൾക്ക് വേണ്ടി, സകല മക്കൾക്ക് വേണ്ടി ഒരു പെട്ടകം കടന്നു വന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫറവോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ പെറ്റുപെരുകുന്നത് കണ്ടപ്പോ ഫറവോയ്ക്ക് ഉള്ളിൽ ഒരു ഭയമുണ്ടായി. ആ ഭയത്തിൽ നിന്നും ഉരുവിട്ട ഒരു ചിന്തയാണ്, ഇസ്രായേൽ ജനങ്ങൾ ഇനി ജനിക്കുന്ന ആദ്യജാതന്മാരെ, ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊല്ലണമെന്ന് ഫറവോ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ അവരുടെ കുടുംബത്തിൽ ദരിദ്രരായി ജനിച്ച ആൺമക്കളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭം കടന്നു വരുമ്പോൾ കർത്താവിത ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം പണിതു, ഞാങ്ങണപ്പെട്ടകം. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം പണിഞ്ഞു, ഞാങ്ങണപ്പെട്ടകം. ആ കുഞ്ഞിലൂടെ അവിടെ കർത്താവ് ആ പെട്ടകത്തിലൂടെ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കുന്നില്ല? സ്വരമുയർത്തി ഹല്ലേലൂയ. 2 അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ വീണ്ടും കർത്താവ് 2 പെട്ടകം പണിയുകയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് വ്യക്തമായി വചനത്തിലൂടെ ഗോഫൂർ മരം കൊണ്ടുള്ള ഒരു പെട്ടകം. ആ പെട്ടകത്തിനകത്ത് ഒരു കുടുംബം, നോഹയും ഭാര്യയും 3 ആമക്കളും 3 മരുമക്കളും കൂടെ 8 പേരടങ്ങുന്ന ഒരു കുടുംബം രക്ഷ പ്രാപിച്ച് കടന്നു പോകുന്ന ഒരു പെട്ടകം ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് പണിയുകയാണ്. ഹല്ലേലൂയ. 3 പെട്ടകം കടന്നു വരുമ്പോൾ 3 പെട്ടകത്തെ കാണാനായിട്ട് സാധിക്കും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിനോട് കർത്താവായ ദൈവം ഇതാ പറയുന്നു, മക്കളെ, എനിക്ക് നിങ്ങളോടൊപ്പം വസിക്കുവാൻ, നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നിങ്ങളൊരു സമാഗമ കൂടാരം പണിയണം, അതിനകത്തൊരു പെട്ടകം പണിയണം. അവിടെ ഞാൻ വസിക്കും, നിങ്ങളോടായിരിക്കുവാൻ, നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് വസിക്കുവാൻ. അങ്ങനെ ഒരു പെട്ടകം, വാഗ്ദത്ത പെട്ടകം ഇസ്രായേൽ ജനങ്ങൾക്ക് കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു ജനത്തിന് വേണ്ടി നൽകുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കരുവേല മരം കൊണ്ട് കർത്താവ് അവിടെ ഒരു പെട്ടകം പണിയുവാനായിട്ട് ഇസ്രായേൽ ജനങ്ങളോട് പറയുമ്പോൾ, മോശയോടും അവിടെയുള്ള മക്കളോടും പറയുമ്പോൾ, ഞങ്ങളോടൊപ്പം വസിക്കുവാൻ, നമ്മളോടൊപ്പം വസിക്കുവാനായി ദൈവമായ കർത്താവ് അവിടെ ആ ജനത്തിന്റെ കൂടെ നടക്കുന്നതായി നമുക്ക് പുറപ്പാട് പുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻ എടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം, ഒരു സമൂഹത്തിന് വേണ്ടി ഒരു പെട്ടകം. എന്നാൽ 3 ഒരു പെട്ടകം ഈ ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്
കടന്നു വന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശു എന്ന പെട്ടകം. വലതുകരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ കന്യകാമറിയത്തോട് പറയുകയാണ്. നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ പലരും പെട്ടകമായി പലരും പറയാറുണ്ട്. ഞാൻ എൻ്റെ ആശയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു സമാഗമ കൂടാരമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ. സമാഗമ കൂടാരത്തിനുള്ളിൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, സമാഗമ കൂടാരത്തിനകത്ത് ഒരു പെട്ടകം നിങ്ങൾ പണിയണം, എനിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം വസിക്കാൻ, നിങ്ങളോടൊപ്പം ജീവിക്കാൻ. ഇതാ പുതിയ നിയമത്തിലേക്ക് പരിശുദ്ധ അമ്മയോട് ഇതാ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറയുന്നു, ഇതാ മാനവരാശി മുഴുവനും വേണ്ടി, സർവ്വജനങ്ങൾക്ക് വേണ്ടി, കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലാതെ, ദരിദ്രനെന്നോ സമ്പന്നനോ അല്ലാതെ സകലരും രക്ഷ പ്രാപിക്കുവാൻ ഇതാ ഒരു പെട്ടകത്തെ കർത്താവ് ഭൂമിയിലേക്ക് അയക്കുന്നു. വലതുകരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സകല ജനങ്ങൾക്കും വേണ്ടി പരിശുദ്ധ കന്യകാമറിയം എന്ന സമാഗമ കൂടാരം. എന്റെ ചിന്തയാണ്. ഹല്ലേലൂയാ. പരിശുദ്ധ കന്യകാമറിയം എന്ന സമാഗമ കൂടാരത്തിലെല്ല് ഒരു പെട്ടകം. കർത്താവിന്റെ വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ കേട്ടില്ല, രക്ഷ പ്രാപിക്കും. ആ പെട്ടകത്തിന്റെ വാതിലാരാ? യേശു. യേശുവാകുന്ന പെട്ടകത്തിന്റെ വാതിലായി നിൽക്കുന്ന സർവശക്തൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ നിങ്ങൾ കടന്നു വരും, എന്നിലൂടെ നിങ്ങൾ പുറത്തു കടന്നു പോകും, നിങ്ങൾ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തും. ഞാനാണ് വാതിൽ. ആ പെട്ടകത്തിന്റെ വാതിൽ കർത്താവ് പറയുന്നു, ഇതാ സർവ മക്കൾക്കും വേണ്ടി, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ അല്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനോ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ, സകല ജീവജാലങ്ങളും സകലം രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, സ്വർഗത്തിന്റെ നാഥൻ, നമ്മുടെ കൂടെ വസിക്കുന്നവൻ, നമ്മളോടൊപ്പം വസിക്കാൻ, നമ്മളെ രക്ഷ പ്രാപിക്കാൻ, നമ്മൾ വീണ്ടെടുക്കപ്പെടണമെന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നും തലമുറകൾ വീണ്ടെടുക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന രാജാതിരാജനായ പൊന്നുതമ്പുരാൻ ഇതാ ഇന്ന് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണോ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിന് പുറത്താണോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേൾക്കുന്നില്ല? ഹല്ലേലൂയാ. വലതുകരമുണ്ടെങ്കിൽ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണോ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിന് പുറത്താണോ? ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. യോഹന്നാന്റെ കുടുംബത്തിന് ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? നോഹയുടെ ജീവിതത്തിൽ നോഹയ്ക്ക് ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുവാനുണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? എനിക്കും നിങ്ങൾക്കും യേശുവാകുന്ന ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ട ആവശ്യകത എന്താണ്? അതാണ് നമ്മുടെ ചിന്ത മേഖല, അതാണ് കടന്നു പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു പെട്ടകമാകുന്നവൻ ദൈവം. ഇന്ന് നമ്മളിവിടെ ഇതവിടെ ഒരു ചെറിയൊരു പെട്ടകം നമ്മൾ കൊണ്ടുവന്നു. അച്ഛൻ ഇവിടെ നമ്മളെല്ലാവരുടെ ഇതിനകത്ത് എന്തായിരിക്കുന്നത്? എന്താണ് ഇതിനകത്ത്? കേട്ടില്ലേ? നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മാത്രം ഇതിനകത്ത് കയറിയാൽ മതിയോ? നിങ്ങൾ കയറണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ നിയോഗങ്ങളല്ല ഇതിനകത്ത് കയറേണ്ടത്, മറിച്ച് നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണോ അതോ പുറത്താണോ? നോഹയുടെ ജീവിതത്തിന്റെ കാലത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, നോഹയുടെ കാലത്ത് ആ നോഹയുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ ദൈവം നോഹയുടെ കാലത്തേക്ക് അവിടെ നോക്കിക്കാണുന്ന ഒരു വചനഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത
ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു. എന്ത് ചെയ്തു? കണ്ടു. കണ്ടെങ്കിൽ എന്തായിരിക്കും ദൈവം ചെയ്തത്? ദൈവം നോക്കി. ഹല്ലേലൂയ. ദൈവം കണ്ടെങ്കിൽ ദൈവം അവിടെ എന്തു ചെയ്തു? എന്താ ചെയ്തേ? നോക്കി. സങ്കീർത്തനത്തിന്റെ പുസ്തകം 14 അധ്യായം 2 വാക്യവും 53 അധ്യായം 2 വാക്യവും പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ട്, ജ്ഞാനികളുണ്ട് എന്ന് കർത്താവ് അന്വേഷിക്കുന്നു. ആ കർത്താവിന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ദൈവം നോക്കിക്കാണുമ്പോൾ കണ്ട ദൈവം അവിടെ ആ ജനത്തെ നോക്കുകയാണ്. അവിടെ നോക്കിയപ്പോൾ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം, അതേ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അപ്പനെ കൊല്ലുന്ന മകൻ, അമ്മയെ കൊല്ലുന്ന മകള്, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, പരസ്പരം കൊണ്ടും കൊടുത്തും വ്യഭിചാരം ചെയ്തും കൂട്ടിക്കൊടുത്തും പരസ്പരം തല്ലിയും എന്താ പറയുന്നത്, എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർന്നുകൊണ്ട് കടന്നു പോകുന്ന ഒരു ലോകത്തിലാണ് ഇന്നും നമ്മളും ജീവിക്കുന്നത്. നോഹയുടെ കാലത്ത് എപ്രകാരമാണോ ദൈവം ഭൂമിയെ നോക്കിയത്, അപ്രകാരം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന എന്റെ മക്കളെ, നിങ്ങളെ നോക്കുമ്പോൾ, ഈ ദുഷിച്ച ലോകത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ എന്ത് കർത്താവിനെ കാണാൻ പറ്റും? എന്നെ അന്വേഷിക്കുന്നവർ ഇവിടെയുണ്ടോ എന്ന്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻഡ് എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് ദൈവം നോക്കിയപ്പോൾ അന്വേഷിക്കുന്നവർ കണ്ടു. ദുഷിച്ച കാലത്തും നോഹയ്ക്ക് കിട്ടിയത് എന്തായിരുന്നു നോഹയ്ക്ക് കിട്ടിയത്? ഒരു കൃപ കിട്ടി. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, തിരിച്ചറിയുക, ഈ ദുഷിച്ച കാലത്തും ദൈവം നോക്കിക്കാണുമ്പോൾ ദൈവത്തിന്റെ കൃപ കിട്ടുവാനുള്ള യോഗ്യത ഇവിടെ ഇരിക്കുന്ന എത്ര മക്കൾക്കുണ്ട്? ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആകുന്ന പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുവാനായി ഇതാ വാതിൽ തുറന്നു കിടക്കുകയാണ്. പഴയ 3 പെട്ടകത്തിന്റെ വാതിലും അടഞ്ഞു കഴിഞ്ഞു. ഞാങ്ങണ പെട്ടകം കൊണ്ടുണ്ടാക്കിയ മോശയുടെ വാതിൽ അടഞ്ഞു. ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയ പെട്ടകത്തിന്റെ വാതിൽ അടഞ്ഞു. അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാതിൽ അടഞ്ഞു. എന്നാൽ ഇന്നും അടയാതെ നിൽക്കുന്ന ഒരു വാതിൽ, ക്രിസ്തുവാകുന്ന വാതിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു. അതിനകത്തേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. സാധിച്ചില്ലെങ്കിൽ എന്തു പറ്റും? അതിൽ പ്രവേശിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അത് പ്രവേശിച്ചില്ലെങ്കിൽ എനിക്ക് എന്തു സംഭവിക്കും? വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 26 വാക്യം പറയുന്നു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും സംഭവിക്കാൻ കടന്നു പോകുന്നത്. കർത്താവായ ദിവസം ഇന്ന് ഈ ആരാധന മണിക്കൂറിന് മുമ്പ് ഇന്ന് കാഹളധ്വനിയില് മാലാഖമാരോടൊപ്പം മേഘത്തേരില് രാജാതിരാജൻ ഇറങ്ങി വരുമ്പോ ഈ പെട്ടകത്തിന്റെ വാതിൽ അടയും. ഹല്ലേലൂയ. ഈ പെട്ടകത്തിന്റെ വാതിൽ അടയും. പിന്നെ വേറൊരു വാതിൽ തുറക്കും, ന്യായവിധിയുടെ വാതിൽ. അന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളത് പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക്, നോഹയുടെ കാലത്ത് ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 6, 7, 8 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവിടെയുള്ള മക്കളുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ളത്. അടഞ്ഞു കിടന്നപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ അവർ നെട്ടോട്ടമോടി, അവസരം കിട്ടിയില്ല. അവർ ഓടി തുറന്നതാ, ഞങ്ങൾക്ക് കയറണം, ഞങ്ങൾക്ക് പ്രവേശിക്കണം. കർത്താവ് അവിടെ അനുവദിച്ചില്ല. അതേ ചോദ്യവും അതേ ഉത്തരവുമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വീണ്ടും വരുന്നു.